അയോധ്യാകാന്ഡം. താർമകൾക്കൻപുള്ള തത്തേ വരികടോ, താമസശീലമകറ്റേണമാശു നീ. ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാമകലും പല ജാതിയും. സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ. ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ, ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പുക്കു. താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനീ പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകം പുക്ക്. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രുവനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയാമദ്രിസുതയുമാനന്ദവിവശയായി ഭർതൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ, നാരദസേവിൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിനശരഗുരു. നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ. നാളീകരമ്യവദനൻ നരകാരി നാളീകബാന്ധവ വംശസമുദ്ഭവൻ. ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ. രാക്ഷസവംശവിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ. ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിവിമുക്തൻ വിമുക്തഹൃദിസ്ഥിതൻ. വ്യക്തനവ്യക്തനനന്ദനാനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ. ഭക്തഞ്ജരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ. തന്റെ ചരിത്രങ്ങൾ തക്തം ദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടീല മുക്തിയും. യുദ്ധം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ. സുന്ദരി കേട്ടുകൊൾ എന്നരുൾ ചെയ്തു. ഭാരത സമാഗമം. എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാകാമുഖൻ രാഘവനങ്കജനാശനവന്ദിതൻ കേശവൻ. അങ്കജലീല പൂണ്ടന്തപ്പുരത്തിങ്കൽ മംഗളഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദളശ്യാമള വിഗ്രഹൻ നീലോൽപലദളലോല വിലോചനൻ. നീലോപലാഭൻ നിരൂപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ. രത്നാഭരണ വിഭൂഷിതദേഹനായ രത്നസിംഹാസനം തന്മേലനാകുലം. രത്നദണ്ഡം പൂണ്ടു വെൺചാമരം കൊണ്ടു പത്നിയാൽ വീചിതനായതികോമളൻ. ബാലനിശാകര ബാലദേശേലസന്മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ. ബാലാർക്ക സന്നിഭ കൗസ്തുഭകന്തരൻ പ്രാലേയ ഭാനുസമാനനയാസമം. ലീലയാ താംബൂല ചർവണാദ്യൈരതിവേലം വിനോദിച്ചിരുന്നരുളുന്നേരം. ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. മുഖത്തചരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധസ്ഫടിക സങ്കാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ.
ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം. നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. പാദ്യാസനാചമനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നോരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. രാമ നാരദ സംവാദം. മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം. നാനാവിഷയസംഗം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം. കണ്ടുകൊള്ളുവാനതിനുള്ളഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരികോത്ഭവപുത്ര മഹാമുനേ. എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാലിനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്ക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. യുദ്ധമാകർണ്യ രഘുവരൻ തന്നോടു മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെന്നോക്കി സരസമരുൾ ചെയ്തു. എന്തിനിന്നെന്നെ മോഹിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായ അതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റം മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങിനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെക്കൊണ്ടു ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗ്രഹമപ്പോൾ ചേരും ഗ്രഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാപ്രജകളും. അർണോജ സംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരിയെന്നതും. ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിതവർണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയ യുക്തയായിടിന വിഷ്ണുമഹാമായാശക്തിയല്ലോ തവ പത്നിയാകുന്നതും. തത്വങ്ങളെ ജനിപ്പിക്കുന്നതുമവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹനാഥൻ മഹാമതേ. ലോകത്രയമഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി. മാരാരിയും നീയുമാദേവി ജാനകി. സാരസസംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാജാനകി. ശീതകിരണൻ നീ രോഹിണി ജാനകി. ആദിതേയാധിപൻ നീ ശചി ജാനകി. ജാതവേദസ്സു നീ സ്വാഹാമഹീസുത. അർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പൽക്കരീ സീത. രാജരാജൻ നീ വസുന്ധരാ ജാനകി. രാജപ്രവരകുമാര രഘുപതേ. രാജീവലോചന രാമദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വർദ്രുമം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽസർവവുമേവ നീ. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം
യാതെന്നതൊക്കെ ജാനകീദേവിയും നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങിനെയുള്ളോരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപതേ. മായയായി മൂടിമറഞ്ഞിരിക്കുന്നോരു നീയല്ലോ ന്യൂനമവ്യാകൃതമായതും പിന്നയതിങ്കൽ നിന്നുള്ള മഹത്തത്വമെന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നതഹങ്കാരബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ. ജന്മമൃതിസുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതുമന്യൂനനാം പരൻ തദ്വിയുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവുരാജീവലോചനനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നിതൊക്കെയോർക്കും വിധൗ. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യുദുഃഖാദികൾ. ത്വൽകഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. ത്വൽപാദപങ്കജഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വൽഭക്തഭൃത്യഭൃത്യന്മാരിലേകനെന്നൽപജ്ഞനാമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകദാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദബാഷ്പ പരിപ്ലുതനേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാന ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നതു നീയുമതിനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുകെന്നെന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിരു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായതുമൂലം. കാലവിളംബം എന്തിനെന്നല്ലീ മൂലമതിനുണ്ടതും പറഞ്ഞിടുവാൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരാബ്ധകർമ്മഫലൗഘക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരുമറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ. പിന്നെ 14 സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ. എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നുമുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണപ്രദയാക്കിക്കൊണ്ടു യാതുധാനാന്വയനാശം വരുത്തുവൻ.
സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്രപ്രമോദേ സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിരിനാനാദരാൽ നാരദരാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകഥാ സങ്കലിതാനന്ദമാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റമതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നതുകൊണ്ടും അതു നിർണയം മാനസേ. എന്നാലതിനു വേണ്ടുന്ന സംഭാരങ്ങളിന്നു തന്നെ പദ സംഭരിച്ചിടണം. രാമനോടും നിൻ തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണപംക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരുംപരനാദവും പൂരിക്കദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളിച്ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണമഭിഷേകമിളമയായി നാലിക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരുമന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ ചിത്തേ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയുമരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർകാലേ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം 4 വരേണമലങ്കരിച്ചങ്കണേ. ദിവ്യനാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങൾ അമുഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജവർണ്ണങ്ങൾ കൊണ്ടുവായി കെട്ടിവച്ചിടണം. പുത്തൻപുലിത്തോൽ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം. മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശവാണികളായി സഭാന്തികേ. നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണമുർവീശ്വരാങ്കണേ നിന്നു മനോഹരം. ഹസ്ത്യസ്വപത്തിരഥാതിമഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. രാമവസിഷ്ഠ സംവാദം. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതിസത്വരം തേരിൽ കേറി വസിഷ്ഠനും ദാശരഥിഗ്രഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടുമതിഭക്ത്യാ രഘുത്തമൻ. പൊൽക്കലശസ്ഥിത നിർമ്മലവാരിണാ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും
ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ധരിച്ചരുളി ചെയ്തു. പുണ്യവാനായേനടിയനതീവ കേളിന്നു പാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. ത്വൽപാദപങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദതീർത്ഥവിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥമത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതുമെന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷദൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മീ ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു തപം കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനുമിത്തമവതരിച്ചീടിന ശ്രീപദേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേശ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതॄണാം പിതാമഹനും ഭവാൻ. സർവേഷ്വഗോചരനായന്തര്യാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായയാ ജാതനം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോടു ധാതാവു താനരുൾ ചെയ്കയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോടും സംബന്ധകംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥമെന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും. യോഗേശത്തെ മഹാമായാ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം. ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായികമേ. ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതം അപ്രവക്തവ്യം മയാ രാമ കുത്രചിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ. വന്നീടുഷസ്സിന്നു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ. വത്സമമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊള്ളുകാശു നീ. മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവസംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദമുൾക്കണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ കൗസല്യയും. തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ. നാദേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യാ വണങ്ങി വാണിടിനാൾ.